ഹലോ നമസ്കാരം കൂട്ടുകാരെ. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ജി കെയിലെ PYQ ആണ്. PYQ അതിൻ്റെ അനുബന്ധ വിവരങ്ങൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആൻസർ വിത്ത് അതിൻ്റെ അനുബന്ധ വിവരങ്ങളാണ്. ഓക്കെ, LDC, LGS, അതുപോലെ WCPO, CPO, LPSA, UPSA തുടങ്ങിയ ഒട്ടനവധി പരീക്ഷകളാണ് നമ്മൾക്ക് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ എക്സാമിനും പൊതുവായിട്ട് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു സ്റ്റഡി പ്ലാനാണ് നമ്മൾ ഇന്ന് ഫോളോ ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ ഇന്നത്തെ ക്ലാസ് പറയുന്നത് PYQs ആണ്. PYQs അതിന് അനുബന്ധ വിവരങ്ങളും കൂടെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കുകയാണ്. അതല്ലാതെ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്, ഏത് രീതിയിലാണ് പഠനരീതി എന്നുള്ളത് നമ്മൾ മറ്റുള്ള ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. PYQs ആണെന്ന് പറഞ്ഞു, അതിൻ്റെ അനുബന്ധ വിവരങ്ങളിലോട്ട് കിടക്കുകയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ ഏതു ഭാഗത്തായാണ് ഇന്ത്യയുടെ സ്ഥാനം? ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെയായിട്ടാണ്? ഉത്തരാർദ്ധഗോളത്തിൽ, അല്ലേ? ഉത്തരാർദ്ധഗോളം എന്ന് വെച്ചാൽ ഭൂമധ്യരേഖയ്ക്ക് മുകളിലാണ് ഉത്തരാർദ്ധഗോളം എന്ന് പറയുന്നത്, അല്ലേ? ഈ ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ഏതു ഭാഗത്തായാണ് ഇന്ത്യയുടെ സ്ഥാനം എന്നാണ് ചോദിക്കുന്നത്. ഏഷ്യ എന്ന് പറയുന്ന ഭൂഖണ്ഡത്തിൽ എവിടെയായിട്ടാണ് വരുന്നത്? ഏഷ്യയുടെ തെക്കു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഏഷ്യയിലെ തെക്കു ഭാഗത്തായിട്ടാണ് ഇന്ത്യ വരുന്നത്, അല്ലേ? ശരിയല്ലേ? നോക്കൂ, ഭൂമധ്യരേഖയ്ക്ക് മുകളിലായിട്ടാണ്, ഉത്തരാർദ്ധഗോളത്തിലാണ് ഇന്ത്യയുടെ സ്ഥാനം. എന്നാൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ എടുത്ത് ചോദിച്ചിരിക്കുകയാണ്. ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ഏതു ഭാഗത്തായാണ് ഇന്ത്യയുടെ സ്ഥാനം എന്ന് ചോദിച്ചാൽ എവിടെയായിട്ടാണ് വരിക? തെക്കു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചോദ്യം കൃത്യമായിട്ട് വായിച്ച് തന്നെ എഴുതാനായിട്ട് ശ്രമിക്കണം. ഉത്തരാർദ്ധഗോളമാണെന്നൊക്കെ ഉള്ള ഓർമ്മയിൽ നമ്മൾ വടക്കെന്ന് എഴുതി വെക്കരുത്. ഓക്കെ, അപ്പോൾ അനുബന്ധ വിവരങ്ങൾ നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഉത്തരാർദ്ധഗോളത്തിലാണ്. ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട്. ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. അടുത്തത്, ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യമാണ് ഇന്തോനേഷ്യ. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യം ഏതാണ്? ഇന്തോനേഷ്യയാണ്. ഇന്ത്യയുടെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖയാണ് ഉത്തരായന രേഖ. ഇന്ത്യയുടെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖയാണ് ഉത്തരായന രേഖ. എന്തുകൊണ്ടാണ്? ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരാർദ്ധഗോളത്തിലാണ്. അപ്പോൾ ഉത്തരാർദ്ധഗോളത്തിലെ രേഖ ഏതായിരിക്കും? ഉത്തരായന രേഖയായിരിക്കും, അല്ലേ? അപ്പോൾ ഇന്ത്യയുടെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖയാണ് ഉത്തരായന രേഖ. അടുത്ത് സ്ഥിതി ചെയ്യുന്ന രണ്ട് അക്ഷാംശങ്ങൾ തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് 111 കിലോമീറ്റർ ആയിരിക്കും. അക്ഷാംശ രേഖകൾ എന്താണെന്ന് അറിയാലോ, അല്ലേ? എന്താണ്? ഭൂമധ്യരേഖയ്ക്ക് പാരലലായിട്ട്, അല്ലേ, വരയ്ക്കുന്ന രേഖകളാണ് എന്തെന്ന് പറയുന്നത്? അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത്. 181 അക്ഷാംശ രേഖകൾ ഉണ്ടെന്ന് നമുക്കറിയാം, അല്ലേ? അപ്പോൾ ഈ 181 അക്ഷാംശ രേഖകളിൽ രണ്ട് രേഖകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എത്ര കിലോമീറ്റർ ആയിരിക്കും? 111 കിലോമീറ്റർ ആയിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു, ആകെ അക്ഷാംശങ്ങളുടെ എണ്ണം എത്രയാണ്? 181. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗം ക്ലിയർ ആണോ? ഓക്കെ, ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. നോക്കൂ, ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ ഏതു ഭാഗത്തായാണ് ഇന്ത്യയുടെ സ്ഥാനം? ഏതു ഭാഗത്തായാണ്? തെക്കു ഭാഗത്തായാണ്. ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഉത്തരാർദ്ധഗോളത്തിലാണ്. ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട്. ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട്. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യമാണ് ഇന്തോനേഷ്യ. ഇന്ത്യയുടെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖയാണ് ഉത്തരായന രേഖ. ഉത്തരായന രേഖ. അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന രണ്ട് അക്ഷാംശങ്ങൾ തമ്മിലുള്ള ദൂരം 111 കിലോമീറ്റർ. അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന രണ്ട് അക്ഷാംശങ്ങൾ തമ്മിലുള്ള ദൂരം 111 കിലോമീറ്റർ. ആകെ അക്ഷാംശങ്ങളുടെ എണ്ണം 181. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമാണുള്ളത്? എന്താണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമാണുള്ളത്? 30 ഡിഗ്രി. എത്രയാണ്? 30 ഡിഗ്രി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഇന്ത്യയാണ്. ഉപഭൂഖണ്ഡം ശ്രദ്ധിക്കുക, ഉപഭൂഖണ്ഡം എന്നുള്ള വേർഡ് ശ്രദ്ധിക്കുക. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖ ഉത്തരായന രേഖ. 23.5 ഡിഗ്രി വടക്ക്, 23.5 ഡിഗ്രി വടക്ക് രേഖയാണ് ഉത്തരായന രേഖ. ഇന്ത്യയുടെ മാനക രേഖാംശം 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശമാണ് ഇന്ത്യയുടെ മാനക രേഖാംശ രേഖ. ഇന്ത്യയുടെ മാനക രേഖാംശം എന്ന് പറയുന്നത് 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശമാണ് ഇന്ത്യയുടെ മാനക രേഖാംശം. ഇന്ത്യയുടെ വടക്കേ അറ്റം എന്താണ് അറിയപ്പെടുന്നത്? ഇന്ദിരാ കോൾ എന്നാണ്. ലഡാക്കിലാണ് ഇന്ദിരാ കോൾ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ വടക്കേ അറ്റമാണ് ഇന്ദിരാ കോൾ. ഇന്ദിരാ പോയിന്റ് എന്താണ്? പാഴ്സൺസ് പോയിന്റ്, പിഗ്മാലിയൻ പോയിന്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഇന്ദിരാ പോയിന്റ് ആണ്. നിക്കോബാറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നിക്കോബാറിലാണ് ഇന്ദിരാ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. പാഴ്സൺസ് പോയിന്റ്, പിഗ്മാലിയൻ പോയിന്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ഇന്ദിരാ പോയിന്റ് ആണ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നിക്കോബാറിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ കിഴക്കേ അറ്റം അറിയപ്പെടുന്നത് കിബിത്തു അല്ലെ? ഇന്ത്യയുടെ കിഴക്കേ അറ്റമാണ് കിബിത്തു. എവിടെയാണ്? അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബിത്തു, അരുണാചൽ പ്രദേശ്. അടുത്തത് ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റമാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുഹാർമോത്തി, ഗുജറാത്ത്. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുഹാർമോത്തി, ഗുജറാത്ത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഒന്ന് റിവൈസ് ചെയ്താലോ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമാണുള്ളത്? 30 ഡിഗ്രി വ്യത്യാസം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. 23.5 ഡിഗ്രി വടക്കൻ രേഖ. ഇന്ത്യയുടെ മാരക രേഖാംശ രേഖയാണ് 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശം. ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാകോൾ, ലഡാക്ക്. ഇന്ദിരാ പോയിന്റ്, പേഴ്സൺസ് പോയിന്റ്, പിഗ്മാലിയൻ പോയിന്റ് എന്നിങ്ങനെ അറിയപ്പെടുന്നു. ഇത് സ്ഥിതി ചെയ്യുന്നത് നിക്കോബാർ. ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബിത്തു, അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുഹാർമോത്തി, ഗുജറാത്ത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ്? ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ്? ത്രികോണാകൃതിയാണ് ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി. നർമ്മദാ നദിക്ക് തെക്കായിട്ടാണ് ഡെക്കാൻ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്. നർമ്മദാ നദിക്ക് തെക്കായിട്ടാണ് ഡെക്കാൻ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്. നർമ്മദാ നദി എവിടെയാണ് ഒഴുകുന്നത്? ഇന്ത്യയെ നേരെ മുറിച്ചുകൊണ്ട് അല്ലേ, തെക്കും വടക്കും എന്ന് ഇന്ത്യയെ വിഭജിച്ചു കൊണ്ടൊഴുകുന്ന നദിയാണ് ഏത്? നർമ്മദ അല്ലേ. അപ്പം നർമ്മദയുടെ തെക്കായിട്ട് എന്ന് പറയുമ്പോൾ നർമ്മദയ്ക്ക് താഴ്ഭാഗം അല്ലേ, അവിടെ ആയിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ ഡെക്കാൻ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്. ഡെക്കാൻ പീഠഭൂമിക്ക് കിഴക്കായി പൂർവ്വഘട്ടവും പടിഞ്ഞാറ് പശ്ചിമഘട്ടവും സ്ഥിതി ചെയ്യുന്നു. ശരിയല്ലേ? ഡെക്കാൻ പീഠഭൂമിക്ക് കിഴക്കായി പൂർവ്വഘട്ടവും പടിഞ്ഞാറ് പശ്ചിമഘട്ടവും സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതമായ ലാവാ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതമായ ലാവാ പീഠഭൂമിയാണ് ഏത്? ഡെക്കാൻ പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശമാണ് വയനാട്. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശമാണേത്? വയനാട്. ക്ലിയർ ആയോ? അപ്പം ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ്? ത്രികോണം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. നർമ്മദാ നദിക്ക് തെക്കായിട്ടാണ് ഡെക്കാൻ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്. ഡെക്കാൻ പീഠഭൂമിക്ക് കിഴക്കായി പൂർവ്വഘട്ടവും പടിഞ്ഞാറ് പശ്ചിമഘട്ടവും സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതമായ ലാവാ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശമാണ് വയനാട്. അപ്പം ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി.
ഭൗമോപരിതല സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ 4 ഭൂപ്രകൃതി വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. ഭൗമോപരിതല സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ 4 ഭൂപ്രകൃതി വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരസമതലങ്ങളും ദ്വീപുകളും. ഇങ്ങനെ നമ്മൾ ഭൂമിയെ തരംതിരിച്ചിട്ടുണ്ട് അല്ലേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂവിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഓർത്തിരിക്കുക. ഇതൊക്കെ നമ്മൾ എളുപ്പമാണെന്നൊക്കെ വിചാരിച്ചിരിക്കും. പക്ഷെ പരീക്ഷ ഹാളിൽ എന്ത് ചെയ്യും? നമ്മളങ്ങ് നെഗറ്റീവ് ഉണ്ടാക്കുന്ന പോയിന്റ്സ് ഒക്കെയാണ് ഇത്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ഓരോ ചെറിയ പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യണം? ഓർത്തിരിക്കണം. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂവിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. അടുത്തത് മാൾവ, ഡെക്കാൻ, ഛോട്ടാ നാഗ്പൂർ, കച്ച്, ആരവല്ലി, വിന്ധ്യ സത്പുര പർവ്വതനിരകൾ, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നിവ ചേരുന്നതാണ് ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമി. അപ്പോൾ ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറഞ്ഞാൽ അതിൽ വരുന്ന ഭൂപ്രദേശങ്ങൾ ഏതെല്ലാമാണ്? ഒന്ന് മാൾവ പീഠഭൂമി, ഡെക്കാൻ പീഠഭൂമി, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി, കച്ച്, ആരവല്ലി പർവ്വതനിര, വിന്ധ്യ സത്പുര പർവ്വതനിര, പിന്നെ പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നിവയെല്ലാം ചേരുന്നതാണ് ഏത്? ഉപദ്വീപീയ പീഠഭൂമി. നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പഠിക്കുന്നത്? നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ എന്ത് അറിയണം? നമുക്കൊരു ചോദ്യം അതിൻ്റെ ആൻസർ മാത്രം അറിഞ്ഞതുകൊണ്ട് കാര്യമില്ല, അതിൻ്റെ അനുബന്ധ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഇങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. ഡെയിലി ഇങ്ങനെ ഈ ഒരു പാറ്റേണിൽ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇതുപോലെ പഠിച്ചങ്ങ് പോകും. ഒരുപാട് പോയിൻറ്റ്സ് ഓർത്തിരിക്കാനും കഴിയും. ഓക്കെ, അപ്പോൾ എന്താണ്? ഒന്നുകൂടെ റിവൈസ് ചെയ്യാൻ നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഭൗമോപരിതല സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ 4 ഭൂപ്രകൃതി വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരസമതലങ്ങളും ദ്വീപുകളും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. മാൾവ, ഡെക്കാൻ, ഛോട്ടാ നാഗ്പൂർ, കച്ച്, ആരവല്ലി, വിന്ധ്യ സത്പുര പർവ്വതനിരകൾ, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നിവ ചേരുന്നതാണ് ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏത്? അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി എന്ന് വെച്ചാൽ എന്താണ്? അറബിക്കടലിൽ പതിക്കാതെ എവിടെ പതിക്കണം? ബംഗാൾ ഉൾക്കടലിൽ പതിക്കണം അല്ലേ. അപ്പോൾ നോക്കൂ, ഓപ്ഷൻ എന്തൊക്കെയാണ്? താപ്തി, സിന്ധു, പെരിയാർ, ഗംഗ. നമുക്കറിയാം താപ്തി പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്, സിന്ധു അറബിക്കടലിലാണ് അറബിക്കടലിൽ പതിച്ച ഒരേ ഒരു ഹിമാലയൻ നദിയാണ് സിന്ധു. അതുപോലെ പെരിയാറും പതിക്കുന്ന എവിടെ തന്നെയാണ്? അറബിക്കടലിൽ തന്നെയാണ്. അപ്പോൾ ഏതാണ്? ഗംഗാ നദി എവിടെയാണ് പതിക്കുന്നത്? ബംഗാൾ ഉൾക്കടലിലാണ്. കൃത്യമായിട്ട് ഇത് മനസ്സിലായില്ലേ? എന്താണ്? അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദിയാണ് ഗംഗ. ഓക്കെ, അനുബന്ധ വിഷയങ്ങൾ നോക്കാം. ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗ. ഇന്ത്യയുടെ ദേശീയ നദി ഗംഗ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗംഗ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗ. എത്ര കിലോമീറ്റർ ആണ്? 25 കിലോമീറ്റർ. 25 കിലോമീറ്റർ. ഇന്ത്യയിലെ പുണ്യനദി, ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദി. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദിയാണ് ഗംഗ. ഉത്ഭവസ്ഥാനത്ത് ഗംഗാ നദി അറിയപ്പെടുന്നത് ഭാഗീരഥി. ഉത്ഭവസ്ഥാനത്ത് ഗംഗാ നദി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഭാഗീരഥി. ഗംഗാ നദിയുടെ ഉത്ഭവം ഹിമാലയത്തിലെ ഗായ്മുഖ് ഗുഹയിലെ ഗംഗോത്രി ഹിമാനിയിൽ നിന്നാണ്. ഗംഗാ നദിയുടെ ഉത്ഭവം ഹിമാലയത്തിലെ ഗായ്മുഖ് ഗുഹയിലെ ഗംഗോത്രി ഹിമാനിയിൽ നിന്നാണ്. ഗംഗ ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഗംഗ ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. ബംഗ്ലാദേശിൽ ഗംഗാ നദി അറിയപ്പെടുന്നത് പത്മ എന്നാണ്. ബംഗ്ലാദേശിൽ ഗംഗാ നദി അറിയപ്പെടുന്നത് പത്മ. എന്താണ്? പത്മ. ഗംഗാ നദിയുടെ പതന സ്ഥാനം ബംഗാൾ ഉൾക്കടൽ. ഗംഗാ നദി പതിക്കുന്നത് എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യാൻ നോക്കാം. അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി താപ്തി, സിന്ധു, പെരിയാർ, ഗംഗ.
അതിലേത് നദിയാണ്? ഗംഗാ നദിയാണ്. ഗംഗാ നദി പതിക്കുന്നത് എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ്. ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗംഗ, 25 കിലോമീറ്റർ. ഇന്ത്യയിലെ പുണ്യനദി ഗംഗ. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദിയാണ് ഗംഗ. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദി ഗംഗ. ഉത്ഭവസ്ഥാനത്ത് ഗംഗാ നദി അറിയപ്പെടുന്നത് ഭാഗീരഥി. ഉത്ഭവസ്ഥാനത്ത് ഗംഗാ നദി അറിയപ്പെടുന്നത് ഭാഗീരഥി. ഗംഗാ നദിയുടെ ഉത്ഭവം ഹിമാലയത്തിലെ ഗായ്മുഖ് ഗുഹയിലെ ഗംഗോത്രി ഹിമാനിയിൽ നിന്ന്. ഗംഗ ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി യമുന. ബംഗ്ലാദേശിൽ ഗംഗാ നദി അറിയപ്പെടുന്നത് പത്മ. ഗംഗാ നദിയുടെ പതനസ്ഥാനം ബംഗാൾ ഉൾക്കടൽ. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗം ക്ലിയർ അല്ലേ? പിന്നെ അപ്പോൾ നമ്മൾ ഓരോ ക്ലാസ്സിലും ഇതുപോലെ 5 ക്വസ്റ്റ്യൻസ് വീതം കൊണ്ടുവരും. അതിൻ്റെ അനുബന്ധ വിഷയങ്ങൾ കൊണ്ടുവരും. നന്നായിട്ട് പഠിക്കുക. നമ്മൾ ഇങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ പഠിച്ച് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ബോറടി ഉണ്ടാവില്ല. നമ്മൾ വേഗം ഇത് പഠിച്ച് തീർക്കും. അടുത്തൊരു ക്ലാസ്സിലോട്ട് വരും. ഓക്കെ, ഇതേപോലെ അനുബന്ധ വിഷയങ്ങളുമായിട്ട് നമ്മൾ മാത്സ് അല്ല, മലയാളം, ഇംഗ്ലീഷ് എന്ന് പറയുന്ന 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അല്ലേ? LGSന് മാത്രമേ എന്ത് ആവശ്യമില്ലാത്തുള്ളൂ? ഈ മലയാളവും ഇംഗ്ലീഷ് എന്ന് പറയുന്ന 2 ലാംഗ്വേജസ് ആവശ്യമില്ലാത്തുള്ളൂ. ബാക്കിയുള്ളതിനൊക്കെ ഇത് ആവശ്യമുണ്ട്. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു സ്റ്റഡി പ്ലാനുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എല്ലാവരും ക്ലാസ് വൃത്തിയായി കണ്ട് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാം.